കേരളത്തിന്റെ ഹൃദയമാകെ കൈകോർത്ത ഹൃദയങ്ങളെല്ലാം കൈകോർത്ത ഒരു വളരെ പ്രധാനപ്പെട്ട ദൗത്യം അത് പുരോഗമിക്കുന്നു. സർക്കാർ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൃദയം എറണാകുളത്ത് എത്തിച്ചു. കൊല്ലം ചിറക്കര സ്വദേശി ഷിബുവിന്റെ ഹൃദയം അനാഥയായ നേപ്പാൾ സ്വദേശിയായ 22 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിക്ക് മാറ്റിവെക്കുകയാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടത്തുന്നത്. കൊച്ചിയിൽ സ്വകാര്യ ഹോട്ടലിലെ ഹെലിപ്പാഡിൽ തിരുവനന്തപുരത്ത് പോയ എയർ ആംബുലൻസ് ലാൻഡ് ചെയ്യുന്നതിൻ്റെയും അവിടെ നിന്നുള്ള ആ ദൗത്യത്തിൻ്റെ തുടർച്ചയുടെയും ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സർക്കാർ ജില്ലാതല ആശുപത്രിയിൽ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. അത് ചെറുതല്ല, ചെറിയ കാര്യമല്ല. വളരെ വിപുലമായ ക്രമീകരണങ്ങളോടെ ഒരു വലിയ ദൗത്യം പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയാണ്. മസ്തിഷ്ക മരണം സംഭവിച്ച ഷിബുവിൻ്റെ മറ്റ് ശരീര അവയവങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ദാനം ചെയ്യുന്നതടക്കം നിരവധി പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഇപ്പോൾ കൊച്ചിയിലുള്ള ദൃശ്യങ്ങൾ കാണുന്നു. ഒപ്പം ഒരു പ്രതികരണം കൂടി വരുന്നു. കുറേ ടെസ്റ്റുകളുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇത് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡി കണ്ടീഷനാണെന്നൊക്കെ മനസ്സിലായി. എനിവേ ഫ്രം ദാറ്റ് മൊമെൻ്റ് ഓൺ ഏകദേശം ഫെബ്രുവരിയിലാണ് വന്നത്. അവിടെ മുതൽ നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു ഒരു ഹാർട്ടിന് വേണ്ടിയിട്ട്. ഇതിലൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത് നമ്മളുടെ ബഹുമാനപ്പെട്ട ഹൈക്കോർട്ട് നമുക്കൊരു ജഡ്ജ്മെൻറ്റ് ചെയ്തതാണ്. കാരണം അക്കോർഡിംഗ് ടു ലോ ഇന്ത്യൻ സിറ്റിസനാണ് ഫസ്റ്റ് പ്രിഫറൻസ് ഓൾവേസ്. അപ്പോൾ അതുകൊണ്ട് 2-3 ഹാർട്ട് വന്നു കഴിഞ്ഞപ്പോഴും ഇവക്ക് കിട്ടിയില്ല. സോ അതുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട GHലെ ഡോക്ടേഴ്സും സൂപ്രണ്ടൊക്കെ ഒരു റിട്ടിന് പോയി അത് അവർക്ക് അനുകൂലമായിട്ട് കിട്ടി. അങ്ങനെയാണ് അവൾക്കിപ്പോൾ ഈ ഒരു ഹാർട്ട് കിട്ടാനുള്ള സാഹചര്യം. എളുപ്പത്തിൽ ഇവിടെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ സാധ്യമല്ല. പക്ഷേ ഹൈക്കോടതിയുടെ മനുഷ്യത്വപരമായ ഇടപെടലിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നത്. മരണത്തെ മുന്നിൽ കണ്ടാണ് പെൺകുട്ടി ജീവിച്ചത് എന്നാണ് എറണാകുളം ജനറൽ ആശുപത്രിയുടെ സൂപ്രണ്ടായ ഡോക്ടർ ഷാഹിർ ഷായുടെ പ്രതികരണം. എല്ലാ പ്ലാനിങ്ങും കൃത്യമായിരുന്നു, ഒരു ആശങ്കയും ആവശ്യമില്ല, ശസ്ത്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞു എന്ന പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. 1.5 മണിക്കൂറിനകം ശസ്ത്രക്രിയ കഴിയും എന്ന പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ട് 3:30 അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നിരുന്നതാണ്. ഇപ്പോൾ സ്നേഹമോൾ നയനും ഒപ്പം അരുൺ ശങ്കർ നമുക്കുമുണ്ട്. അരുൺ, ഇപ്പോൾ ഉള്ളത് ആശുപത്രിയിലാണോ? ശസ്ത്രക്രിയ പുരോഗതിയെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ എന്താണ്? 2:55 കൂടിയാണ് എയർ ആംബുലൻസിൽ ഷിബുവിൻ്റെ ഹൃദയം കൊച്ചിയിൽ എത്തിച്ചത്. അത് വളരെ വേഗത്തിൽ തന്നെ ഹയാത്തിൻ്റെ ഹെലിപ്പാഡിൽ നിന്ന് വളരെ വേഗം 5 മിനിറ്റ് കൊണ്ട് തന്നെയാണ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. അതിനെ തുടർന്ന് ശസ്ത്രക്രിയ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച പോലെ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനി ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ആ ഹൃദയം മിടിച്ചു തുടങ്ങാൻ ഇനി ഏകദേശം 1 മണിക്കൂറുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ അതോടൊപ്പം തന്നെ ഹൃദയവിശാലതയുടെ ഒരു പ്രതീകമാണ് ഈ ശസ്ത്രക്രിയ എന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം നിയമങ്ങൾ പോലും എതിര് നിന്നപ്പോൾ ഹൈക്കോടതിയുടെ ഒരു മനുഷ്യത്വപരമായ സമീപനത്തിലൂടെയാണ് ഈ ആ പെൺകുട്ടിക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഹൃദയ ശസ്ത്രക്രിയ നടത്താനായിട്ടുള്ള സാഹചര്യം ഒരുങ്ങിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലം സ്വദേശിയുടെ മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശിയുടെ ഹൃദയവുമായിട്ട് ഇന്ന് എയർ ആംബുലൻസ് കൊച്ചിയിൽ ദിനം തൊട്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു ചരിത്രം കൂടിയാണ് ഇതുവഴി പിറക്കുന്നത്. കാരണം ഇന്ത്യയിൽ ഒരിടത്തും ജില്ലാതല ആശുപത്രിയിൽ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നിട്ടില്ല. പൊതുവേ നടക്കുന്നത് മെഡിക്കൽ കോളേജുകളിലാണ്, അതോടൊപ്പം തന്നെ വൻകിട സ്വകാര്യ ആശുപത്രിയിലുമാണ്. പക്ഷേ നമ്മുടെ സർക്കാർ സംവിധാനത്തിൻ്റെ കാര്യക്ഷമത കൂടിയാണ് ഈ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ വലിയ ചരിത്രപരമായ ഒരു ദൗത്യമാണ് പൂർത്തീകരിക്കുന്നത്. സർക്കാർ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അതും ജില്ലാതലത്തിലെ ഒരു ആശുപത്രിയിൽ നടക്കുന്നു എന്ന വലിയ പ്രത്യേകതയുണ്ട്. അരുൺ ശങ്കറാണ് ആ വിവരങ്ങൾ നൽകിയത്.